ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നല്ല മഴയല്ലേ, എല്ലാവർക്കും അറിയാം നല്ല മഴ. നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയാട്ടോ, നല്ലതുപോലെ മഴയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതാക്കുന്ന ആഫ്രിക്കൻ മുഷിയുടെ കുളത്തിൽ നന്നായിട്ട് വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ചു എന്തായാലും വെള്ളം നാശമായി കിടക്കാണല്ലോ, അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. ഇപ്പോൾ കുറേ ദിവസമായി ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ ആ ഒരു സമയത്ത് വെള്ളം ക്ലീൻ ചെയ്താണ്, പിന്നെ ക്ലീൻ ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം നാശമാവും. പിന്നെ നമ്മൾ വേസ്റ്റൊക്കെയാണല്ലോ ഇട്ട് കൊടുക്കുന്നത്, മീനിൻ്റെ വേസ്റ്റൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനിൻ്റെ വെള്ളം നന്നായിട്ട് തന്നെ നാശമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ ഈ വെള്ളം നല്ലത് വെച്ചാൽ നമ്മൾ പച്ചക്കറിക്കൊക്കെ നന്നായിട്ട് ഉപയോഗിക്കും കേട്ടോ. പച്ചക്കറിയൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം. അപ്പോൾ അതിന് പച്ചക്കറികൾക്കൊക്കെ നല്ലൊരു വളം തന്നെ കേട്ടോ ഈ ഒരു ആഫ്രിക്കൻ മുഷിയുടെ ഈ ഒരു വെള്ളം. അപ്പോൾ നമ്മളെ വീട്ടിൽ കോഴികൾ മാത്രമല്ല കേട്ടോ, അതേപോലെ ചെറിയ ചെറിയ സംഭവങ്ങളും കൂടി ഉണ്ട്. പിന്നെ കുറച്ച് താറാവൊക്കെ ഉണ്ടായിരുന്നു, താറാവിനൊക്കെ നമ്മൾ കൊടുത്ത് ഒഴിവാക്കി കേട്ടോ. അപ്പോൾ എന്താ ഇതിൽ നന്നായിട്ട് വലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലും നന്നായിട്ട് ഇല വീണിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഈ ഒരു ഇതിൻ്റെ കുളത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് മരമുണ്ട്, കുടംപുളിയുടെ മരമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയാട്ടോ നന്നായിട്ടുള്ളത്. പിന്നെ ഇവരെ വാങ്ങിയിട്ടിപ്പോൾ ഒരു 1.5 വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നല്ല വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. ചില മീനുകൾ വലിയ വലിപ്പമല്ല, എന്നാലും ഇവരെ എല്ലാത്തിനും ഒരു സമയത്ത് തന്നെ കേട്ടോ വാങ്ങിയത്. പക്ഷേ അതിൽ 2-3 മീൻ നന്നായിട്ട് നല്ല വലിപ്പമുണ്ട് കേട്ടോ. കുറേ ആയി വിചാരിക്കും നമ്മൾ മീനിനൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കണമെന്ന്, പക്ഷേ ഒന്നും നടക്കുന്നില്ല കേട്ടോ. പിന്നെ മെയിനായിട്ട് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ എപ്പോഴും തിരക്കായതുകൊണ്ട് തന്നെ ഒന്നിനും ഒരു സമയം കിട്ടുന്നില്ല എന്ന് തന്നെ പറയാൻ. പിന്നെ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ക്ലീൻ ചെയ്യായിരുന്നു കേട്ടോ നമ്മൾ. അപ്പോൾ നന്നായിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം നിറയുന്നുണ്ട്. പിന്നെ നമ്മൾ വലിയ സെറ്റാക്കിയിട്ടൊന്നുമില്ല. നമ്മൾ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് വിരിച്ചിട്ട് നമ്മൾ അങ്ങനെയാട്ടോ നമ്മൾ മീനിൻ്റെ കുളം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്ലാസ്റ്റിക് കേടുന്നതനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നല്ല രസമല്ലേ നമ്മുടെ വീട്ടിൽ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മീൻ, അതേപോലെ കോഴിയൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ കോഴിയൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തയായി എന്നുള്ളൊരവസ്ഥയാട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഫുള്ളായിട്ട് തന്നെ ഇതാക്കാൻ നന്നായിട്ട് ഇല ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ഇലയും അതേപോലെ ഈ ഒരു വേസ്റ്റും മണ്ണും എല്ലാം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വെള്ളപ്പോൾ ഒരു വിധത്തിലൊക്കെ നമ്മൾ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, പിന്നെ എനിക്കൊന്ന് വേണ്ട, അതാട്ടോ വെള്ളം വറ്റിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. പിന്നെ എനിക്കൊന്ന് ചെറിയൊരു വീഡിയോ ഇടാമല്ലോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മീനിൻ്റെ വലിപ്പം അറിയില്ല, അതുകൊണ്ടാണ് ടേപ്പൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എത്രയുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇതാക്കുന്ന പിന്നെ കുറച്ച് ഗപ്പിക്കുഞ്ഞുങ്ങളുണ്ട്. ഗപ്പിക്കുഞ്ഞുങ്ങൾക്ക് വേറെ കുളം കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ കേട്ടോ. ഒന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു, ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എന്തായാലും ഉറപ്പായിട്ടും നൽകണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.